ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നോർത്ത് കേരള സെക്ഷൻ ഓഫ് സെവൻത് ഡേ അഡ്വൻറ്റിസ്റ്റിൻ്റെ യൂട്യൂബ് ചാനലിലൂടെയുള്ളതായ ശാബത്ത് സ്കൂൾ പാഠ പഠനത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ സങ്കീർത്തനങ്ങൾ 2-ാം ഭാഗം എന്ന വിഷയത്തെ ആസ്പദമാക്കി നമ്മൾ ചിന്തിക്കുകയുണ്ടായി. ഈ ആഴ്ചയിൽ 10-ാമത്തെ പാഠമാണ് ആരുടെ മേൽ അവസാനം വന്നിരിക്കുന്നു എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് നമ്മൾ പഠിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. പഠനത്തിനുള്ളതായ വേദഭാഗങ്ങൾ വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 12 മുതൽ 17 വരെയുള്ളതായ വേദഭാഗം, മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 36 മുതൽ 44 വരെയുള്ളതായ വേദഭാഗം, ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ളതായ വേദഭാഗം, 2 പത്രോസ് 2-ന്റെ 4 മുതൽ 11 വരെ, ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം 17 മുതൽ 32, ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം 17 മുതൽ 32, ദാനിയേൽ പ്രവചനം 7-ാം അധ്യായം 9-ഉം 10-ഉം വാക്യങ്ങൾ. ഈ വേദഭാഗങ്ങളിലാണ് ഈ ആഴ്ചത്തെ പാഠം തയ്യാറാക്കിയിരിക്കുന്നത്. മനപാഠവാക്യം: ഇത് ദൃഷ്ടാന്തമായിട്ട് അവർക്ക് സംഭവിച്ചു, ലോക അവസാനം വന്നെത്തിയിരിക്കുന്നു, നമുക്ക് ബുദ്ധിയുപദേശത്തിനായി എഴുതിയിരിക്കുന്നു. ആകയാൽ താൻ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളട്ടെ. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 11-ഉം 12-ഉം വാക്യങ്ങളാണ്. നമുക്ക് കണ്ണടച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന സ്വർഗീയ പിതാവേ, തിരുനാമ നന്ദിയോടെ ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അല്പസമയം തിരുമുമ്പാകെ ഇരിക്കുന്നു. അങ്ങയുടെ ആത്മാവിനാൽ അവിടുത്തെ വചനത്തിൻ്റെ പൊരുൾ ഗ്രഹിപ്പാൻ, അതിൻ്റെ ആഴത്തിലുള്ള മർമ്മങ്ങളെ ഗ്രഹിപ്പാൻ ഏഴകളായ അടിയങ്ങളുടെ കണ്ണുകളെ അവിടുന്ന് തുറക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അടിയങ്ങളെ ഓരോരുത്തരെയും അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് അടിയങ്ങൾക്ക് നൽകി അങ്ങയുടെ തിരുവെഴുത്തുകളെ മനസ്സിലാക്കി അടിയങ്ങളുടെ ജീവിതങ്ങളെ ക്രമീകരിക്കുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. അനേകായിരങ്ങളെ ഒരുക്കുവാൻ ഞങ്ങളെ ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ വചനം ആയിരിക്കുന്നത് പോലെ തന്നെ പഠിപ്പിക്കുവാനും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുവാനും അടിയങ്ങളെ അവിടുന്ന് പ്രാപ്തരാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കരങ്ങളിൽ ഞങ്ങളെ സമർപ്പിക്കുന്നു. എല്ലാം യേശു മൂലം താഴ്മയായി ചോദിക്കുന്നു. അടിയങ്ങളുടെ കുറേശ്ശങ്ങളെയും പാപങ്ങളെയും ക്ഷമിച്ച് ഉത്തരമരുമാറാകണമേ. ആമേൻ. സ്തോത്രം. വേദപുസ്തകം അല്ലെങ്കിൽ തിരുവചനം ഉടനീളം ദൈവജനത്തെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അവരുടെ ജീവിതകഥയിൽ നിന്ന് നാം ശരിയായ വണ്ണം പഠിക്കുകയാണെങ്കിൽ അന്ത്യകാലവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അതാണ് ദൈവത്തിൻ്റെ തിരുവെഴുത്ത് മനസ്സിലാക്കുവാൻ, ഗ്രഹിക്കുവാൻ നമ്മെ സഹായിക്കുന്നതായ താക്കോൽ. ദാനിയേൽ, വെളിപ്പാടും പുസ്തകങ്ങൾ അത് പഠിക്കുവാൻ തക്കവണ്ണം നാം തുനിയുമ്പോൾ യഥാർത്ഥമായ ഇതിൻ്റെ ശരിയായിട്ടുള്ള അടിസ്ഥാനങ്ങൾ നാം പഠിക്കണം. പഴയ നിയമം പുതിയ നിയമവും ശരിയായ വണ്ണം തുലനം ചെയ്ത് പഠിച്ചുവെങ്കിൽ മാത്രമേ നമുക്കതിൻ്റെ യഥാർത്ഥ അർത്ഥങ്ങൾ മനസ്സിലാക്കുവാനും അതിൻ്റെ സത്യത്തിലേക്ക് കടന്നു വരുവാനും നമുക്ക് കഴിയുകയുള്ളൂ. പ്രാർത്ഥനയോടുകൂടെ നാം ദൈവത്തിൻ്റെ വചനം പഠിക്കുമ്പോൾ ദൈവം എന്താണ് തിരുവചനത്തിലൂടെ പറഞ്ഞിരിക്കുന്നത് എന്ന് വ്യക്തമായി മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കും. തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നത് നമുക്ക് രക്ഷയ്ക്ക് ജ്ഞാനിയായി തീരുവാൻ, അല്ലെങ്കിൽ ഈ പാപത്തിൽ നിന്ന് മോക്ഷം പ്രാപിക്കുവാനുള്ളതായ വഴിയാണ് ദൈവത്തിൻ്റെ തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നത്. തിരുവചനം പറയുന്നു, നീയോ ഇന്നവരോട് പഠിച്ചുവെന്നോർക്കുകയും ക്രിസ്തുവേശുവിലുള്ളതായ വിശ്വാസത്താൽ നിന്നെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവെഴുത്ത് എന്ന് ദൈവത്തിൻ്റെ തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് നീ ബാല്യം മുതൽ അറിഞ്ഞതിൽ നിലനിൽക്കാം, അല്ലെങ്കിൽ പഠിച്ച കാര്യങ്ങൾ വേദപുസ്തകത്തിൽ നല്ല നിശ്ചയമുള്ളവരായി ജീവിക്കണമെന്ന് ദൈവം പറയുകയാണ്. നാം എല്ലാവരും ദൈവത്തിൻ്റെ മനുഷ്യരാണ്. ദൈവമാണ് നമ്മെ ഉണ്ടാക്കിയത്.
അതുകൊണ്ട് തന്നെ എല്ലാവരും സത്യത്തിൻ്റെ പരിജ്ഞാനം പ്രാപിച്ച് രക്ഷയിലേക്ക് കടന്നു വരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസികമാകയാൽ ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സൽപ്രവർത്തിക്ക് വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഗുണീകരണത്തിന്, ഉപദേശത്തിന്, നീതിയിലെ അഭ്യാസനത്തിനും പ്രയോജനമുള്ളതാകുന്നുവെന്ന് അപ്പോസ്തലനായ പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ഈ തിരുവെഴുത്തുകളെ നാം ശരിയായ വണ്ണം പഠിക്കുമ്പോൾ അതിൻ്റെ കാതലായിട്ടുള്ളതായ വിഷയത്തിൽ നാം വന്നു ചേരും. വേദപുസ്തകത്തിലെ കാതലായിട്ടുള്ള വിഷയം എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ്. തിരുവെഴുത്ത് നാം പഠിക്കുമ്പോൾ, പ്രത്യേകിച്ച് പുതിയ നിയമം, അന്ത്യകാല സംഭവങ്ങളെക്കുറിച്ച് അത് വിവരിക്കുന്നു. എന്നാൽ പഴയ നിയമത്തിലൂടെ നാം കണ്ണോടിക്കാമെങ്കിൽ ഈ അന്ത്യകാല സംഭവങ്ങൾ എങ്ങനെ നമുക്ക് തരണം ചെയ്യുവാൻ കഴിയും, അതിനു ഉപോത്ബലകമായിട്ടുള്ളതായ കഥകളെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയും. പ്രത്യേകിച്ച് സൊദോം ഗൊമോറയെ കുറിച്ച് നാം പഠിക്കുമ്പോൾ അത് നമുക്കൊരു മുന്നറിയിപ്പായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവ് എങ്ങനെയായിരിക്കും എന്ന് പല പ്രാവശ്യം കർത്താവ് പരാമർശിക്കുമ്പോഴെല്ലാം സൊദോം ഗൊമോറയെക്കുറിച്ചും നോഹയുടെ കാലത്തെക്കുറിച്ച് പരാമർശിച്ചിരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഈ ആഴ്ച നമ്മൾ പഠിക്കുന്നത് ഇതുപോലെ ചില പ്രധാനപ്പെട്ട കഥകളാണ്. അവയ്ക്ക് രണ്ടാം വരവിനെക്കുറിച്ചും പരിശോധന ന്യായവിധിയെക്കുറിച്ചും ഉള്ള അറിവ് നമുക്ക് പകരുവാൻ സാധിക്കുന്നതായ ചില കഥകൾ ഈ ആഴ്ചയിൽ നാം പഠിക്കുവാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇത്രയാണ് ശനിയാഴ്ചത്തെ ഭാഗം. നമ്മൾ ഞായറാഴ്ചത്തെ ഭാഗത്തിലേക്ക് കടക്കുകയാണ്. കുഞ്ഞാടിൻ്റെ കോപം. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 12 മുതൽ 17 വരെ നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് ഈ വണ്ണം കാണുവാൻ സാധിക്കുന്നു. 6 മുദ്ര പൊട്ടിച്ചപ്പോൾ വലിയൊരു ഭൂകമ്പമുണ്ടായി. സൂര്യൻ കരിമ്പടം പോലെ കറുത്തു. ചന്ദ്രൻ മുഴുവനും രക്തതുല്യമായി തീർന്നു. അത്തിവൃക്ഷം പെരുങ്കാറ്റ് കൊണ്ട് കുലുങ്ങിയിട്ട് കായ ഉതിർക്കും പോലെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ ഭൂമിയിൽ വീണു. പുസ്തകച്ചുരുൾ ചുരുട്ടും പോലെ ആകാശം മാറിപ്പോയി. എല്ലാ മലയും ദ്വീപും സ്വസ്ഥാനത്ത് നിന്ന് ഇളകിപ്പോയി. ഭൂമിയിലെ രാജാക്കന്മാരും മഹത്തുക്കളും സഹസ്രാധിപന്മാരും ധനവാന്മാരും ബലവാന്മാരും സകല ദാസനും സ്വതന്ത്രനും ഗുഹകളിലും മലപ്പാറകളിലും ഒളിച്ചുകൊണ്ട് മലകളോടും പാറകളോടും ഞങ്ങളുടെ മേൽ വീഴുവിൻ, സിംഹാസനം ഇരിക്കുന്നവൻ്റെ മുഖം കാണാതെ വണ്ണം, കുഞ്ഞാടിൻ്റെ കോപം തട്ടാതെ വണ്ണം ഞങ്ങളെ മറപ്പീൻ, അവിടെ മഹാകോപ ദിവസം വന്നു, ആർക്ക് നിൽപ്പാൻ കഴിയും എന്ന് പറഞ്ഞു. വെളിപ്പാട് പുസ്തകം പഠിക്കുമ്പോൾ അവിടെ നമ്മൾ 7 മുദ്രയെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. 6-ാം അധ്യായത്തിൽ നമുക്ക് ഈ മുദ്രകളെക്കുറിച്ച് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അങ്ങനെ 6-ാമത്തെ മുദ്ര പൊട്ടിച്ചപ്പോൾ അവിടെ ഉണ്ടായ സംഭവം ഒരു വലിയ ഭൂകമ്പമുണ്ടായി. രണ്ടാമത് സൂര്യൻ കരിമ്പടം പോലെ കറുത്തു. ചന്ദ്രൻ മുഴുവനും രക്തതുല്യമായി തീർന്നു. അത്തിവൃക്ഷം പെരുങ്കാറ്റ് കൊണ്ട് കുലുങ്ങിയിട്ട് കായുതിർക്കും പോലെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ ഭൂമിയിൽ വീണു. പുസ്തകച്ചുരുൾ ചുരുട്ടും പോലെ ആകാശം മാറിപ്പോയി എന്ന് നമുക്ക് ഇവിടെ കാണുവാൻ കഴിയും. നമ്മൾ കാണുന്നത് എല്ലാ മലയും ദ്വീപും സ്വസ്ഥാനത്ത് നിന്ന് ഇളകിപ്പോയി. അപ്പം ഇവിടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വചനമനുസരിക്കാതെ, സുവിശേഷം അനുസരിക്കാതെ ജീവിക്കുന്ന ഒരു കൂട്ടരുടെ അവസാനത്തെ ആ പരിഭ്രമമാണ് നമ്മളിവിടെ കാണുന്നത്. കർത്താവായ യേശു ക്രിസ്തു വരുമ്പോൾ അവർക്കുണ്ടാകുന്നതായ അവർ നേരിടുന്നതായ ആ പ്രതികൂല സാഹചര്യത്തെയാണ് ഇവിടെ പ്രവാചകൻ വർണ്ണിച്ചിരിക്കുന്നത്. വെളിപ്പാട് പുസ്തകത്തിലൂടെ പ്രവാചകൻ വർണ്ണിച്ചിരിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് കടന്നു വരുമ്പോൾ 2 കൂട്ടരുണ്ടാവും. ഒന്ന് ദുഷ്ടന്മാരുടെ കൂട്ടവും ഒന്ന് നീതിമാന്മാരുടെ കൂട്ടവും, അല്ലെങ്കിൽ പാപികളുടെയും വിശുദ്ധന്മാരുടെയും
കൂട്ടം, അങ്ങനെ 2 കൂട്ടങ്ങളുണ്ട് എന്ന് ദൈവത്തിൻ്റെ തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നു. കർത്താവായ ദൈവം വരുമ്പോൾ കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും, അങ്ങനെ ഇറങ്ങി വരുന്നതായ സന്ദർഭത്തിൽ, മഹാകാഹളത്തോടു കൂടെ ഇറങ്ങി വരുന്നതായ സന്ദർഭത്തിൽ ദൈവം കർത്താവായ യേശു ക്രിസ്തു വളരെ തേജസ്സോടുകൂടെ ഇറങ്ങി വരുന്നതായ ഈ സാഹചര്യത്തിൽ ദുഷ്ടന്മാർ അവർ എങ്ങനെയാണ് അവർക്ക് അനുഭവപ്പെടുന്നതാണ് പ്രവാചകൻ ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത്. ഭൂമിയിലെ രാജാക്കന്മാരും മഹത്തുക്കളും സഹസ്രാധിപന്മാരും ധനവാന്മാരും ബലവാന്മാരും സകലദാസനും സ്വതന്ത്രനും ഗുഹകളിലും മലപ്പാറകൾ ഒളിച്ചുകൊണ്ട് മലകളോടും പാറകളോടും ഞങ്ങളുടെ മേൽ വീഴുവീൻ, സിംഹാസനത്തിലിരിക്കുന്നവരുടെ മുഖം കാണാതെ വണ്ണം, കുഞ്ഞാടിൻ്റെ കോപം തട്ടാതെ വണ്ണം ഞങ്ങളെ മറപ്പിൻ എന്ന് അവർ പറയും. ഇവിടെ കുഞ്ഞാടിൻ്റെ കോപം തട്ടുന്നത് ആർക്കാണ്? ദൈവകൽപ്പന പ്രമാണിക്കാത്ത, ദൈവത്തിൻ്റെ വചനം പ്രമാണിക്കാതെ, ദൈവത്തിൻ്റെ ഉപദേശങ്ങൾ, മുന്നറിയിപ്പുകൾ അംഗീകരിക്കാതെ ഇരുന്നതായ മനുഷ്യർക്കാണ് ദൈവത്തിൻ്റെ കുഞ്ഞാടിൻ്റെ കോപം തട്ടാൻ തക്കവണ്ണം അവർക്ക് സാധിക്കുകയില്ല. എന്നാൽ വിശുദ്ധന്മാരുടെ അവസ്ഥ എന്താണെന്ന് പറഞ്ഞാൽ, അവർ വിളിച്ചു പറയും, അവർ കർത്താവായ യേശുവിൻ്റെ വരവ് കാണുമ്പോൾ ഇവനെ അത്രേ ഞങ്ങൾ കാത്തിരുന്നത്, അവനിൽ സന്തോഷിക്കായെന്ന് പറഞ്ഞവർ തൊഴുത്തിൽ വരുന്നതായ പശുക്കിടാക്കളെ പോലെ തുള്ളിച്ചാടുമെന്നാണ് നീതിമാന്മാരുടേതായ അവസ്ഥ അവിടെ പ്രവാചകൻ വർണ്ണിച്ചിരിക്കുന്നത്. യെശയ്യാ പ്രവചനത്തിലാണ് ഈ ഭാഗം നമുക്ക് കാണുവാൻ കഴിയുന്നത്. കാരണം വിശുദ്ധൻ എന്ന് പറയുന്നത് കർത്താവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നവരാണ്. മറ്റുള്ളവർ അവർക്ക് ലഭിച്ചതായ അവസരങ്ങളെ അവർ പാഴാക്കി കളയും. നമുക്ക് ഇന്ന് ഈ ഭൂമിയിൽ ജീവിക്കുവാൻ കിട്ടിയതായ അല്പസമയം അത് ദൈവത്തിന് വേണ്ടി ജീവിക്കുവാൻ തക്കവണ്ണമാണ്. കർത്താവ് നമുക്ക് വേണ്ടി അനേക മുന്നറിയിപ്പുകൾ ദൈവത്തിൻ്റെ തിരുവെഴുത്തിലൂടെ നമുക്ക് നൽകുന്നുണ്ട്. ഒന്ന്, നനക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നുകൊണ്ട് നിങ്ങളും ഒരുങ്ങി ഇരിപ്പീൻ എന്നാണ് ദൈവം പറഞ്ഞത്. അന്ത്യകാലത്തെക്കുറിച്ച് ദൈവം അനേക മുന്നറിയിപ്പ് തൻ്റെ ശിഷ്യന്മാരിലൂടെ നമുക്ക് നൽകുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം നാം വായിക്കുമ്പോൾ അവിടെ അന്ത്യകാല സംഭവങ്ങളെക്കുറിച്ച് അവിടെ വളരെ വ്യക്തമായിട്ട് ഉള്ള ഒരു കാഴ്ചപ്പാട് നമുക്ക് നൽകുന്നുണ്ട്. അപ്പോൾ ആ ഓരോ കാര്യങ്ങൾ നാം പഠിച്ചു കഴിയുമ്പോൾ കർത്താവിൻ്റെ വരവ് എങ്ങനെ സംഭവിക്കും എന്ന് വളരെ വ്യക്തമായിട്ട് അവിടെ കർത്താവ് പറഞ്ഞു കൊടുത്തിരുന്നു, തൻ്റെ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുത്തിരുന്നു. 24-14 വായിക്കുമ്പോൾ, രാജ്യത്തിൻ്റെ ഈ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും, അപ്പോൾ അവസാനം വരും. ഈ വാക്യം നാം വായിക്കുമ്പോൾ നമുക്കൊരു കാര്യം പ്രത്യേകം മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്, നമ്മുടെ ദൈവം സ്നേഹമുള്ള ദൈവമാണ്. ഒരു മനുഷ്യൻ പോലും രക്ഷ നഷ്ടപ്പെട്ടവരായി കാണപ്പെടരുത് എന്ന് ആഗ്രഹിക്കുന്നവനാണ്. അതുകൊണ്ടാണ് യെശയ്യാ പ്രവചനത്തിലൂടെ പറയുന്നത്, സകല ഭൂസിമവാസികളുമായുള്ളവരെ എങ്കിലേക്ക് തിരിഞ്ഞ് നിങ്ങൾ രക്ഷപ്പെട്ടുകൊള്ളുവിൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞാൽ അവർക്ക് രക്ഷയുണ്ടാകുമെന്ന പ്രവാചകന്മാരിലൂടെ തന്നെ തൻ്റെ മക്കളെ ദൈവം അറിയിച്ചിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അതുപോലെ അപ്പോസ്തലനായ പത്രോസിൻ്റെ ലേഖനം നാം വായിക്കുമ്പോൾ, ദൈവം തൻ്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല, എല്ലാവരും മാനസാന്തരപ്പെടുവാൻ ഇച്ഛിച്ചുകൊണ്ട് ദീർഘക്ഷമ കാണിക്കുന്നുവേ ഉള്ളൂ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ എല്ലാ വ്യക്തികളും രക്ഷ പ്രാപിക്കണം, അതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. ലോകം അവസാനിക്കുന്നതിന് മുമ്പ് ദൈവത്തിൻ്റെ ഈ സുവിശേഷം സകലർക്കും നൽകപ്പെടും.
എങ്കിലും ചിലർ ഇത് വിശ്വസിക്കായകയാൽ അവർക്ക് രക്ഷ നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് ദൈവം നമുക്ക് ഓരോ മുന്നറിയിപ്പുകൾ, ദൈവം വരുന്നതിന് മുമ്പുള്ളതായ മുന്നറിയിപ്പുകൾ ദൈവം നൽകിയിരിക്കുകയാണ്. 24-ാം അധ്യായം 36 മുതൽ അതിൻ്റെ 44 വരെ നമ്മൾ വായിക്കും. മത്തായിയുടെ സുവിശേഷം 24-ന്റെ 36 മുതൽ 44 വരെയുള്ളതായ ഭാഗങ്ങൾ വായിക്കുമ്പോൾ, ആ നാളും നാഴികയും സംബന്ധിച്ചോ എൻ്റെ പിതാവ് മാത്രമല്ലാതെ ആരും സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടെ അറിയുന്നില്ല. നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രൻ്റെ വരവുമാകും. ജലപ്രളയത്തിന് മുമ്പുള്ള കാലത്ത് നോഹ പെട്ടകത്തിൽ കയറിയ നാൾ വരെ അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു. ജലപ്രളയം വന്നെല്ലാവരെയും നീക്കിക്കളയുവോളം അവർ അറിഞ്ഞതുമില്ല. മനുഷ്യപുത്രൻ്റെ വരവും അങ്ങനെ തന്നെയാകും. അന്ന് 2 പേർ വയലിരിക്കും, ഒരുത്തനെ കൈക്കൊള്ളും, മറ്റവനെ ഉപേക്ഷിക്കും. 2 പേർ ഒരു തിരിക്കല്ലിൽ പൊടിച്ചു കൊണ്ടിരിക്കും, ഒരുത്തിയെ കൈക്കൊള്ളും, മറ്റവളെ ഉപേക്ഷിക്കും. നിങ്ങളുടെ കർത്താവ് ഏത് ദിവസത്തിൽ വരുന്നുവെന്ന് നിങ്ങൾ അറിയായക കൊണ്ട് ഉണർന്നിരിപ്പീൻ. കള്ളൻ വരുന്ന യാമം ഇന്നതെന്ന് വീട്ടുടയൻ അറിഞ്ഞുവെങ്കിൽ അവൻ ഉണർന്നിരിക്കുകയും തൻ്റെ വീട് തുറക്കുവാൻ സമ്മതിക്കാതിരിക്കുകയും ചെയ്യുമെന്ന് അറിയുന്നുവല്ലോ. അങ്ങനെ നിങ്ങൾ നനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ടും നിങ്ങളും ഒരുങ്ങിയിരിപ്പീൻ. അപ്പോൾ ഇവിടെ ദൈവം മുൻകൂട്ടി നമ്മളോട് പറയുകയാണ്, പണ്ട് നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ തന്നെ അന്ത്യകാലത്തും സംഭവിക്കും. ജലപ്രളയത്തിന് മുമ്പ് നോഹയുടെ കാലത്ത് എന്തൊക്കെയാണ് സംഭവിച്ചത്, അതുപോലെ തന്നെ ജനം ഈ കാലത്തും, അതുപോലെ തന്നെ ഇന്നത്തെ കാലത്തെ ജനവും അതേപോലെ തന്നെ നീങ്ങുമെന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. ഇന്നത്തെ ഈ കാലത്തെ നമ്മുടെ സാമൂഹികപരമായിട്ടുള്ളതായ നീക്കങ്ങളെക്കുറിച്ച് നാം ചിന്തിക്കുകയാണെങ്കിൽ ഏറ്റവും അധികം നിയമരാഹിത്യം വർദ്ധിച്ചിരിക്കുന്നതായ ഒരു നാഴികയാണ്. നോഹയുടെ കാലത്ത് സംഭവിച്ചതായ അതേപോലുള്ളതായ കാര്യങ്ങൾ ഇന്നും മേൽക്കുമേൽ മൂർധന്യമായ അവസ്ഥയിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ ഈ കാലത്തും വളരെ അധികമായി സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അന്ന് അവർ വിവാഹത്തിന് കൊടുത്തും വിവാഹത്തിനെടുത്തും പോന്നു എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നു. അവിടെ അവർ തിന്നും കുടിച്ചും വിവാഹത്തിന് കൊടുത്തും വിവാഹത്തിനെടുത്തും പോന്നു. ജലപ്രളയം വന്നെല്ലാവരെയും നീക്കിക്കളയോളം അവരാരും അറിഞ്ഞില്ല. ഇന്നും അങ്ങനെ തന്നെയാണ്. തിന്നും കുടിച്ചും വിവാഹത്തിന് കൊടുത്തും വിവാഹത്തിൻ്റെ അടുത്തും പോരുന്നതായ ഒരു നാഴികയാണ്. വിവാഹം കഴിക്കുന്നത് തെറ്റാണെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നില്ല. മറിച്ച് ഇന്നത്തെ ഈ നാളിൻ്റെതായ പ്രത്യേകത, ഈ നാളുകളുടേതായ പ്രത്യേകത എടുത്തു പറയുകയാണ്. ദൈവഭയമില്ലാത്ത ജീവിതത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ളതായ ഒരു സമയത്ത് ജലപ്രളയം വന്നു. അതിനു മുമ്പ് 120 വർഷം നോഹ ദൈവത്തിൻ്റെ വചനം അവരോട് സംസാരിച്ചിട്ട് അവരത് അംഗീകരിച്ചില്ല. നോഹയ്ക്ക് ഭ്രാന്താണ് എന്ന് അവർ പറയുകയുണ്ടായി. നോഹയുടെ വചനം അവർ വിശ്വസിച്ചില്ല. നോഹയിലൂടെ ദൈവം കൊടുത്തതായ വചനം അവർ വിശ്വസിക്കായക കൊണ്ട് ജലപ്രളയം വന്നത് അവരറിഞ്ഞില്ല. അത് എല്ലാവരെയും നശിപ്പിച്ചു കളഞ്ഞതുപോലെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാൾ അതുപോലെ വരും. 2 പത്രോസിന് എഴുതിയ ലേഖനം 3-ാം അധ്യായം 3-4 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഈ വണ്ണമാണ്. 2 പത്രോസ് 3-ാം അധ്യായം അതിൻ്റെ 3-4 വാക്യങ്ങൾ ഈ വണ്ണം പറയുന്നു. അവൻ്റെ പ്രത്യക്ഷതയുടെ വാഗ്ദത്തം എവിടെ? പിതാക്കന്മാർ നിദ്ര കൊണ്ട ശേഷം സകലവും സൃഷ്ടിയുടെ ആരംഭത്തിൽ ഇരുന്നതുപോലെ തന്നെ ഇരിക്കുന്നുവെന്ന് പറഞ്ഞ് സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ
പരിഹാസത്തോടെ അന്ത്യകാലത്ത് വരുമെന്ന് വിശേഷാൽ അറിഞ്ഞുകൊള്ളി. അപ്പം ഇതുപോലുള്ളതായ ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വസിക്കാത്തതായ പരിഹാസികൾ ഇന്ന് ലോകത്തിലുണ്ട്. ഒരിക്കൽ ഞാനൊരു മാഗസിനിൽ ഇതുപോലെ ഉള്ളതായ ഒരു കാര്യം ഞാൻ വായിക്കുകയുണ്ടായി. അതായത് ഈ ലോകം ഇതിങ്ങനെ തന്നെ തുടർന്നു കൊണ്ടേയിരിക്കും, മറിച്ച് അവസാനിക്കുന്നത് നമ്മളാണ്, ലോകം അവസാനിക്കില്ല എന്ന രീതിയിൽ എഴുതിയിരിക്കുന്നതായ ഒരു ലേഖനം എനിക്ക് റീഡേഴ്സ് ഡൈജസ്റ്റിൽ നിന്ന് ഞാൻ വായിക്കുകയുണ്ടായി. അപ്പോൾ അപ്പോസ്തലനായ പത്രോസ് രേഖപ്പെടുത്തിയിരിക്കുന്നതായ ആ വാക്യം എത്ര കൃത്യമായിട്ട് നിറവേറിയെന്ന് നാം നോക്കുക. അന്ത്യകാലത്ത് ദൈവത്തിൻ്റെ വാക്തത്വം എവിടെയെന്ന് ചോദിക്കുന്ന പരിഹാസികൾ എഴുന്നേറ്റ് വരും എന്ന് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്. തിങ്കളാഴ്ചത്തെ പാഠത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ നോഹയുടെ സുവിശേഷം. ജലപ്രളയകാലത്ത് അന്നുണ്ടായിരുന്നതായ ദൈവകൽപ്പന ലംഘിച്ച് ജീവിക്കുന്നതായ ദൈവമക്കളോട്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനം വിട്ടുപോയതായ മനുഷ്യരോട് നോഹ 120 വർഷം പ്രസംഗിച്ചു എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. ആ 120 വർഷക്കാലം അവർ നോഹയുടെ വചനം കേട്ടിട്ട് മാനസാന്തരപ്പെട്ടില്ല. 8 പേര് നോഹയുടെ കുടുംബം മാത്രമേ പെട്ടകത്തിൽ കടന്നുള്ളൂ എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ആലോചിക്കുക, 120 വർഷം നോഹ പ്രസംഗിച്ചിട്ട് ആ പ്രസംഗത്തിന് പ്രതികരണം വളരെ ചുരുക്കമായിരുന്നു. ഇന്ന് നമ്മൾ മീറ്റിങ്ങുകൾ നടത്തും, പ്രതികരണം വളരെ ചുരുക്കമാണ്. പക്ഷേ നമ്മൾ നിർബന്ധിച്ച് പലരെയും നമ്മൾ സത്യത്തിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കും. ദൈവം നമ്മളോട് അതല്ല ആവശ്യപ്പെട്ടത്. ദൈവത്തിൻ്റെ വചനം നാം പ്രസംഗിക്കണം, ദൈവത്തിൻ്റെ സത്യവചനം പ്രസംഗിക്കണം. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷ പ്രാപിക്കും, ഇല്ലാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും എന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. ഒരു മനുഷ്യനെ വചനം പഠിപ്പിച്ച് അവൻ വിശ്വസിച്ചുവെങ്കിൽ മാത്രമേ നമുക്കവനെ സ്നാനപ്പെടുത്തിക്കൊണ്ട് നേട്ടമുള്ളൂ. മറിച്ച് നമ്മൾ വിശ്വസിക്കാത്തവനെ സ്നാനപ്പെടുത്തിയാൽ അവൻ സഭയിൽ നിലനിൽക്കില്ല, സത്യത്തിൽ നിലനിൽക്കില്ല. മറിച്ച് സഭയ്ക്ക് ദോഷകരമായിട്ടുള്ള കാര്യം മാത്രമേ ചെയ്യത്തുള്ളൂ. അത് ദൈവസഭയ്ക്ക് ലജ്ജ സമ്പാദിക്കുന്നതായ ഒരു പ്രവണത ഉളവാക്കും. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം നാം സംസാരിക്കുക, ദൈവത്തിൻ്റെ വചനം നാം പ്രസംഗിക്കുക. വിശ്വസിക്കുന്നവൻ സ്നാനമേൽക്കും. അതാണ് ദൈവം നമ്മോട് പറഞ്ഞത്. നിന്റെ അപ്പത്തെ നീ എന്ത് ചെയ്യണം? സമുദ്രത്തിൻ്റെ മുകളിൽ വലിച്ചെറിയ, അത് 100 മടങ്ങായി നിന്റെ അടുക്കൽ മടങ്ങി വരും എന്നാണ്. ഇവിടെ നോഹ പ്രസംഗിച്ചിട്ട് 8 പേര് മാത്രമാണ് പെട്ടകത്തിൽ കടന്നത്, ബാക്കിയുള്ള സകലരും നശിച്ചു പോയെന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. അതേ രീതിയിൽ തന്നെയാണ് ഇന്ന് ത്രിവിധ ദൂതുകൾ ലോകത്തിലേക്ക് പകർന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ത്രിവിധ ദൂതുകൾ വളരെയേറെ പ്രതികരണം ഉണ്ട് എങ്കിൽ കൂടെ അവസാനത്ത് ഒരു ശേഷിവ് മാത്രമേ രക്ഷ പ്രാപിക്കുകയുള്ളൂ എന്നോ ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. ഇവിടെ മത്തായിയുടെ സുവിശേഷം 10 കന്യമാരുടെ ഉപമയിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് അവനായി കാത്തിരിക്കുന്നവർ മാത്രമേ
കല്യാണ സദ്യയിൽ പ്രവേശിക്കുകയുള്ളൂ. ദൈവത്തിന് വേണ്ടി കാത്തിരുന്നവർ മാത്രമേ ദൈവം ഒരുക്കിയതായ ആ ദിവസത്തെ കാണുവാൻ സാധിക്കുകയുള്ളൂ. മറ്റാർക്കും നിലനിൽക്കുവാൻ സാധിക്കുകയില്ല എന്ന് വ്യക്തമായിട്ട് ദൈവത്തിൻ്റെ വചനം പറയുന്നു. കുഞ്ഞാടിൻ്റെ കോപം വന്നുവല്ലോ, ആർക്ക് നിൽക്കുവാൻ സാധിക്കും? കർത്താവായ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച ദൈവകൽപ്പനമേശുള്ളായ ഉള്ളവർക്ക് മാത്രമേ ആ ഒരു സാഹചര്യത്തിൽ നിൽക്കുവാൻ സാധിക്കുകയുള്ളൂ. ദൈവത്തിൻ്റെ ആ കൃപാ കടാക്ഷം നാം പ്രാപിക്കണം. കൃപയുടെ നാൾ അടയും മുമ്പ് ദൈവം ഒരുക്കിയതായ ആ രക്ഷയുടെ പേടകത്തിൽ നമുക്ക് പ്രവേശിക്കാം. ഇല്ലെങ്കിൽ നമുക്ക് രക്ഷപ്പെടുവാനുള്ളതായ അവസരം നഷ്ടപ്പെട്ടു പോകുമെന്ന് ദൈവത്തിൻ്റെ തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. ചുവടുത്ത പാഠത്തിലേക്ക് നമുക്ക് കടന്നു വരുമ്പോൾ സൊദോമിൻ്റെയും ഗൊമോറയുടെയും കഥ. ഈ സൊദോമിൻ്റെയും ഗൊമോറയുടെയും കഥ, സൊദോം ഗൊമോറ നിവാസികൾ ദൈവകൽപ്പന ലംഘികളായിരുന്നു. ദൈവത്തിൻ്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായിട്ടുള്ള പ്രവൃത്തികളെ അവരവിടെ ചെയ്തു. ആണിനോട് പെണ്ണിനോടും മ്ലേച്ഛമായ രീതിയിലുള്ള പ്രവർത്തനം അവിടെ നടന്നിരുന്നു. ദൈവത്തിന് ഏറ്റവും സഹിച്ചുകൂടാത്ത ഒരു കാര്യമാണ് ഇങ്ങനെയുള്ളതായ പ്രവൃത്തി. ഈ അന്ത്യകാലത്ത് ഇപ്പോൾ നമ്മൾ കാണുന്നത് പുരുഷന്മാർക്ക് പുരുഷന്മാരെ വിവാഹം കഴിക്കാം, സ്ത്രീകൾക്ക് സ്ത്രീകളെ വിവാഹം കഴിക്കാം. അതുപോലുള്ളതായ ഒരു മ്ലേച്ഛമായ പരിപാടി സൊദോമിലുണ്ടായിരുന്നു എന്ന് ചരിത്രം പഠിക്കുമെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇവരുടെ പാപവും അകൃത്യവും സ്വർഗത്തിലെത്തി, ദൈവത്തിൻ്റെ ചെവിയിലെത്തി എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഇവിടെ നമ്മൾ കാണുന്നത്, എൻ്റെ അടുക്കൽ വന്നതുപോലെ തന്നെയാണോ എന്ന് അറിയുവാൻ തക്കോണം ദൈവം തൻ്റെ ദൂതന്മാരെ സൊദോമിലും ഗൊമോറയിലോട്ടും അയച്ചു എന്ന് നമുക്ക് കാണാൻ കഴിയും. 2 പത്രോസ് 2:4 മുതൽ 11 വരെയുള്ളതായ ഭാഗം നാം വായിക്കുമ്പോൾ, പാപം ചെയ്ത ദൂതന്മാരെ ദൈവം ആദരിക്കാതെ അന്ധതമസ്സിൻ്റെ ചങ്ങലയിട്ട് നരകത്തിലാക്കി ന്യായവിധിക്കായി കാപ്പാൻ ഏൽപ്പിക്കുകയും പുരാതന ലോകത്തെയും ആദരിക്കാതെ ഭക്തികെട്ടവരുടെ ലോകത്തിൽ ജലപ്രളയം വരുത്തിയപ്പോൾ നീതി പ്രസംഗിയായ നോഹയെയും 7 പേരോടു കൂടെ പാലിക്കുകയും സൊദോം ഗൊമോറ എന്ന പട്ടണങ്ങളെ ഭസ്മീകരിച്ച ഉന്മൂലനാശത്താൽ ന്യായം വിധിച്ചു. മേലാൽ ഭക്തികെട്ട നടക്കുന്നവർക്ക് ദൃഷ്ടാന്തമാക്കി വയ്ക്കുകയും അധർമ്മികളുടെ ഇടയിൽ വസിച്ചിരിക്കുമ്പോൾ നാൾ തോറും അധർമ്മ പ്രവൃത്തി കണ്ടും കേട്ടും തൻ്റെ നീതിയുള്ള മനസ്സിൽ നൊന്തു അവിടെ ദുഷ്കാമ പ്രവൃത്തിയാൽ വലഞ്ഞുപോയ നീതിമാനായ ലോത്തിനെ വിടുവിക്കുകയും ചെയ്തു. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് പരിശോധന ന്യായവിധിയെക്കുറിച്ച് ഒരു പ്രതിപാദ്യം നമുക്കിവിടെ കാണുവാൻ സാധിക്കും. കാരണം സൊദോം ഗൊമോറയിൽ നടക്കുന്നതായ മ്ലേച്ഛ പ്രവൃത്തികൾ എല്ലാം ദൈവത്തിന് നല്ല നിശ്ചയമാണ്. പക്ഷേ ദൈവം പറയാണ്, എൻ്റെ അടുക്കൽ വന്നതുപോലെ തന്നെയാണോ എന്ന് പരിശോധിക്കുന്നതായ ഒരു സമയം. ഇതിനെയാണ് പരിശോധന ന്യായവിധി. കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വരുന്നതിന് മുമ്പ് തൻ്റെ വിശുദ്ധന്മാർക്ക് വേണ്ടിയുള്ള പ്രതിഫലവുമായിട്ടാണ് കർത്താവ് വരുന്നത്. ആ പ്രതിഫലം ഒരുക്കുന്നത് പരിശോധനയിലൂടെയാണ്, ഒരു പരിശോധന ന്യായവിധി. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പത്രോസ് പറയുകയാണ്, 1 പത്രോസ് 4:17 നാം വായിക്കുമ്പോൾ, ന്യായവിധി ദൈവഗ്രഹത്തിൽ ആരംഭിപ്പാൻ സമയമായല്ലോ. അത് നമ്മിൽ തുടങ്ങിയാൽ ദൈവത്തിൻ്റെ സുവിശേഷം അനുസരിക്കാത്തവരുടെ അവസാനം
എന്താകും? അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ന്യായവിധി ദൈവഗ്രഹത്തിൽ ആരംഭിക്കും. വിശുദ്ധന്മാരെ ഒരു പരിശോധന ന്യായവിധിയിലൂടെ കടത്തിവിടുമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. ലോത്തിൻ്റെ കുടുംബത്തിനും ദൈവത്തിൻ്റെ മുന്നറിയിപ്പ് ലഭിച്ചു. ദൈവം സൊദോം ഗൊമോറയെ നശിപ്പിക്കുവാൻ പോകുകയാണ്. അതുകൊണ്ട് ഈ ദേശത്തിൻ്റെ അകത്തത്തിൽ നശിക്കാതിരിപ്പാൻ നീ എന്ത് ചെയ്യണം? ഈ ദേശം വിട്ട് ഓടിപ്പോകണം. ഞാൻ നിന്നെ കാണിച്ച പർവ്വതത്തിലേക്ക് നീ ഓടിപ്പോകണം എന്ന് ലോത്തിനോട് ദൈവം പറഞ്ഞു. ലോത്ത് ഉടനെ പറഞ്ഞു, അങ്ങനെയല്ല കർത്താവേ, ഈ നഗരം ഇവിടെ അടുത്താണ്, എനിക്ക് അവിടേക്ക് ഓടിയെത്താൻ പറ്റും. അങ്ങനെയായാൽ എനിക്ക് രക്ഷയുണ്ടാവും. പർവ്വതം ഇവിടുന്ന് കുറേ ദൂരെയാണ്, അവിടെ വരെ എനിക്ക് ഓടിയെത്തുവാൻ കഴിയുകയില്ല. അതുകൊണ്ട് എൻ്റെ ഈ അപേക്ഷ നീ കേൾക്കണമെന്ന് ലോത്തിനോട് പറഞ്ഞു. ലോത്ത് ദൂതനോട് പറഞ്ഞു. അപ്പോൾ അതും ഞങ്ങൾ കടാക്ഷിച്ചിരിക്കുന്നുവെന്ന് പറഞ്ഞു. അങ്ങനെ ലോത്ത് പറഞ്ഞതായ രീതിയിൽ ലോത്ത് ഓടുകയാണ്. അവിടെ പറഞ്ഞു, മുന്നിലേക്ക് നോക്കി ഓടണം, പിന്നിലേക്ക് നോക്കരുത് എന്ന് പറഞ്ഞു. പക്ഷേ സൊദോം ഗൊമോറയുടെ മനോഹാരിത, അവിടുത്തെ ആഡംബരമായ ജീവിതം എല്ലാം കാരണം ലോത്തിൻ്റെ ഭാര്യ പിന്നിൽ നിന്ന് തിരിഞ്ഞു നോക്കി ഉപ്പുതൂണായി ഭവിച്ചു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഇവിടെ നമുക്ക് പഠിക്കുവാനുള്ളത്, അന്ത്യകാല സന്ദർഭത്തിൽ ദൈവവചനം പ്രകാരം നാം ജീവിക്കണം. ദൈവത്തിൻ്റെ നിർദ്ദേശപ്രകാരം നമ്മുടെ ഓട്ടം സ്ഥിരതയോടെ നാം ഓടണം. അപ്പുറം ഇപ്പുറയും നോക്കാതെ, പിന്നോട്ട് നോക്കാതെ, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്ന യേശുവിനെ നോക്കിക്കൊണ്ട് നമ്മുടെ ജീവിത ഓട്ടം സ്ഥിരതയോടെ ഓടണം. ഇല്ല എങ്കിൽ ലോത്തിൻ്റെ ഭാര്യ പിന്നിൽ നിന്ന് നോക്കി ഉപ്പുതൂണായി ഭവിച്ചതുപോലെ നമുക്ക് നിത്യജീവൻ നഷ്ടമായി തീരും. ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ പല സന്ദർഭങ്ങളിലും ഇസ്രായേൽ മക്കൾക്ക് ദൈവത്തിൻ്റെ മുന്നറിയിപ്പ് ഉണ്ടായിട്ടും അവർ ദൈവത്തിൻ്റെ വാക്ക് കേട്ടില്ല. ദൈവത്തിൻ്റെ വചനം അവർ ശരിയായ വണ്ണം പഠിച്ച് ജ്ഞാനം പ്രാപിച്ചില്ല. അതിൻ്റെ ഫലമായി മശിഹയുടെ വരവ് അവർ അറിയാതെ പോയി എന്ന് നമുക്ക് കാണുവാൻ കഴിയും. മശിഹ വന്നു പോയ കാര്യം പോലും അവർക്കിന്നും നല്ല നിശ്ചയമില്ല. പ്രിയമുള്ള ദൈവമക്കളെ, ദൈവത്തെക്കുറിച്ചുള്ളതായ അറിവ്, ജ്ഞാനവും ദൈവത്തിൻ്റെ തിരുവചനത്തിലൂടെ ദൈവം നമുക്ക് പകർന്നു തരുമ്പോൾ അത് വിശ്വാസത്തോടെ സ്വീകരിച്ച് അത് മുറുക്കെ പിടിച്ച് അന്ത്യത്തോളം വിശ്വാസത്തോടു കൂടെ മുന്നോട്ട് നീങ്ങിയില്ല എങ്കിൽ ലോത്തിന് കുടുംബത്തിനും സംഭവിച്ചതുപോലെ നമുക്കും വന്ന് സംഭവിക്കും. ലോത്ത് ദൈവത്തിൻ്റെ നിർദ്ദേശം പാലിക്കാതെ നഗരത്തിലേക്ക് ഓടിയതുകൊണ്ട് ലോത്തിൻ്റെ കുടുംബം നാശത്തിലായിപ്പോയി എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അതേസമയം ദൈവത്തിൻ്റെ വാക്ക് കേട്ട് അവൻ പർവ്വതത്തിലേക്ക് ഓടിയിരുന്നെങ്കിൽ അവന് രക്ഷയുണ്ടായനെ. ചിലപ്പോൾ നമുക്കൊരു വഴി ചൊവ്വായി തോന്നും, അതിൻ്റെ അവസാനം നാശകൂപമായിരിക്കുമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. ബുധനാഴ്ച പാഠത്തിലേക്ക് സർവ്വഭൂമിക്കും ന്യായാധിപൻ. സൊദോമിൻ്റെ നാശത്തിനു മുമ്പ് ദൈവം തൻ്റെ ദാസനായ അബ്രഹാമിൻ്റെ അടുക്കൽ വന്ന് അബ്രഹാമിനെ സന്ദർശിക്കുന്നതായിട്ട് ദൈവത്തിൻ്റെ വചനം അവിടെ രേഖപ്പെടുത്തുന്നു. അബ്രഹാമിൻ്റെ വംശപാരമ്പര്യത്തിലാണ് പിന്നീട് കർത്താവായ യേശുക്രിസ്തു ജനിച്ചത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഉൽപ്പത്തി 18:17 മുതൽ 32 വരെയുള്ളതായ ഭാഗം നാം വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് നമുക്ക് പഠിക്കുവാൻ കഴിയും. ദൈവം ചെയ്യുവാൻ പോകുന്നതായ ഓരോ കാര്യങ്ങൾ തൻ്റെ ദാസന്മാർക്ക് ആദ്യം വെളിപ്പെടുത്തി കൊടുക്കും. ആമോസ് പ്രവചനം 3-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യം വായിക്കുമ്പോൾ, യഹോവയായ കർത്താവ് പ്രവാചകന്മാരായ തൻ്റെ ദാസന്മാർക്ക് തൻ്റെ രഹസ്യം വെളിപ്പെടുത്താതെ ഒരു കാര്യവും ചെയ്യുകയില്ല.
അപ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് അബ്രഹാം ദൈവത്തിൻ്റെ ദാസനായിരുന്നു. അതുകൊണ്ട് സൊദോമിൻ്റെയും ഗൊമോറയുടെയും മേൽ ദൈവം ചെയ്യുവാൻ നിരൂപിക്കുന്ന കാര്യം അബ്രഹാമിനോട് ദൈവം പറയുകയാണ്. സൊദോമിൻ ഗൊമോറയും ദൈവത്തിൻ്റെ മുമ്പാകെ ഏറ്റവും അങ്ങറ്റം വഷളത്തരം പ്രവർത്തിച്ചതുകൊണ്ട് അബ്രഹാമിനോട് ദൈവം വെളിപ്പെടുത്തി. അബ്രഹാം പറയുകയാണ്, നീ ദുഷ്ടനോടുകൂടെ നീതിമാനെ നശിപ്പിക്കുകയില്ലല്ലോ. അബ്രഹാം ദൈവത്തെ പരിശോധിച്ച് ചോദിക്കുന്നതായ ചില കാര്യങ്ങൾ നമ്മൾ ആ ഭാഗം ബൈബിളിൽ നിന്ന് പഠിക്കുന്നുണ്ട്. 50 പേര് ഈ ദേശത്തുണ്ടെങ്കിൽ നീ ഈ ദേശത്തെ നശിപ്പിക്കുമോ? ദൈവം പറഞ്ഞു, ദുഷ്ടനോടുകൂടെ നീതിമാനെ ദൈവം നശിപ്പിക്കുകയില്ല. അങ്ങനെ അബ്രഹാം ആ സംഖ്യ കുറച്ചു കൊണ്ടുവന്നു. അപ്പോഴും ദൈവം പറഞ്ഞു, ദുഷ്ടനോടുകൂടെ നീതിമാനെ ദൈവം നശിപ്പിക്കുകയില്ല. അബ്രഹാം ദൈവത്തിൻ്റെ ഒരു ദാസനായിരുന്നു. ദൈവത്തിൻ്റെ പ്രിയ സ്നേഹിതനായിരുന്നു. വിശ്വാസിയുടെ പിതാവായി തീർന്ന അബ്രഹാം ദൈവത്തിൻ്റെ സ്നേഹിതൻ എന്ന ഒരു പേരും കൂടെ അബ്രഹാമിനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അബ്രഹാമിന് ദൈവം ഈ വരുത്തുവാൻ നിരൂപിച്ചിരിക്കുന്നതായ കാര്യം അബ്രഹാമിനെ അറിയിച്ചത്. അബ്രഹാം ദൈവത്തെ പരിശോധിച്ചറിഞ്ഞവനാണ്. ദൈവം ദുഷ്ടനോടുകൂടെ നീതിമാനെ നശിപ്പിക്കുകയില്ല. ഇന്ന് ഈ ലോകം നിലനിൽക്കുന്നത് തന്നെ ലോകത്തിലുള്ളതായ നീതിമാന്മാരുടെ സാന്നിധ്യമുള്ളത് കൊണ്ടാണ്. ദൈവത്തോട് വിലപിക്കുന്നതായ ആൾക്കാരുള്ളത് കൊണ്ടാണ്. ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതായ വ്യക്തികളുള്ളത് കൊണ്ടാണ് ഇന്ന് ഈ ലോകം നിലകൊള്ളുന്നത്. പ്രിയമുള്ള ദൈവമക്കളെ, നമ്മെ സ്നേഹിക്കുന്ന, നമ്മെ രക്ഷയിലേക്ക് കൊണ്ടുവരുവാൻ താല്പര്യമുള്ള മനസ്സുള്ള ആ ദൈവത്തിൻ്റെ കരങ്ങളിൽ നാം നമ്മെ തന്നെ സമർപ്പിക്കുന്നത് എത്രയോ നന്നായിരിക്കും. കാരണം ലോകം അന്ത്യ ന്യായവിധിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ദൈവം അതിനുള്ളതായ മുന്നറിയിപ്പുകൾ ലോകത്ത് നൽകിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തിന് മേൽ തീ കൊണ്ടുവരുന്നതിന് മുമ്പായി ദൈവത്തിൻ്റെതായ ആ ദൂത്, ന്യായവിധിയുടെ ദൂത് ലോകത്തും വ്യാപകമായിട്ട് ദൈവം അറിയിക്കും. അതിന്ന് അറിയിച്ചു കൊണ്ടിരിക്കുന്നതായ ഈ സമയത്ത് പ്രിയമുള്ള ദൈവമക്കളെ, ഉണരുവാൻ നാഴിക വന്നിരിക്കുകയാണ്. ദൈവത്തിന് മുഖപക്ഷമില്ല എന്ന് നമുക്കറിയാം. ഈ ലോകത്ത് നമുക്ക് കൈക്കൂലി കൊടുത്താൽ എന്ത് പരിപാടിയും നമുക്ക് നടക്കാം. അതുകൊണ്ട് പ്രിയമുള്ള ദൈവമക്കളെ, യഥാർത്ഥ ന്യായാധിപനായ ദൈവം ലോകത്തെ ന്യായം വിധിക്കുവാൻ പോകുകയാണ്. ആ ന്യായവിധിയിൽ രക്ഷപ്പെടണമെങ്കിൽ കർത്താവായ യേശുവിനെ മുറുകെ നാം പിടിക്കണം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിച്ചുവെങ്കിൽ മാത്രമേ നമുക്ക് ദൈവത്തിൻ്റെ ശിക്ഷാവിധിയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. വ്യാഴത്തെ പാഠത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ നിരാഗമനത്തിന് മുമ്പുള്ള ന്യായവിധി. ദാനിയേൽ പ്രവചനം 7-ാം അധ്യായം നാം വായിക്കുമ്പോൾ അവിടെ പരിശോധന ന്യായവിധിയുടെ ഒരു ദർശനം നമുക്ക് കാണുവാൻ സാധിക്കും. കർത്താവായ ദൈവം ഈ ലോകത്തിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് തൻ്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ കടന്നു വരുന്ന ആദ്യമായ കർത്താവ് വരുന്നത് തൻ്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ ഈ ലോകത്തിലേക്ക് കടന്നു വരുന്നു. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 30-ാം വാക്യം വായിക്കുമ്പോൾ, അപ്പോൾ മനുഷ്യപുത്രന്റെ അടയാളം ആകാശത്ത് വിളങ്ങും. അന്ന് ഭൂമിയിലെ സകല ഗോത്രങ്ങളും പ്രലാപിച്ചുകൊണ്ട് മനുഷ്യപുത്രൻ ആകാശമേഘങ്ങളിൽ മഹാശക്തിയോടെ തേജസ്സോടുകൂടെ വരുന്നത് കാണും. അവൻ തൻ്റെ ദൂതന്മാരെ മഹാകാഹളധ്വനിയോടും കൂടെ അയക്കും. അവർ അവൻ്റെ വൃതന്മാരെ ആകാശത്തിൻ്റെ അറുതി മുതൽ അറുതി വരെയും 4 ദിക്കിൽ നിന്ന് കൂട്ടിച്ചേർക്കും. അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് കർത്താവായ യേശു ക്രിസ്തു രണ്ടാമത് വരുമ്പോൾ, കർത്താവായ യേശു ക്രിസ്തു ഒന്നാമത് വന്ന് പാപികളെ
രക്ഷിക്കുവാൻ തക്കോണം രണ്ടാമത് വരുമ്പോൾ തൻ്റെ വിശുദ്ധന്മാരെ ചേർക്കുവാനാണ് രണ്ടാമത് വരുന്നത്. അങ്ങനെ ചേർക്കുമ്പോൾ തൻ്റെ വൃദ്ധന്മാരെ ആകാശത്തെ 4 ദിക്കിൽ നിന്ന് കൂട്ടിച്ചേർക്കും എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ആ സന്ദർഭത്തിൽ കർത്താവിൻ്റെ കാല് ഭൂമിയിൽ സ്പർശിക്കത്തില്ല എന്ന് നമുക്കവിടെ കാണുവാൻ സാധിക്കും. കർത്താവ് തൻ്റെ ദൂതന്മാരെ അയച്ച് ആകാശത്തിന് 4 അർദികളിൽ നിന്നും 4 ദിക്കിൽ നിന്നും തൻ്റെ വൃദ്ധന്മാരെ കൂട്ടിച്ചേർക്കുമെന്ന് പറഞ്ഞു. 4 ദിക്കിൽ നിന്നും കൂട്ടിച്ചേർക്കും എന്ന് പറഞ്ഞിരിക്കും. അങ്ങനെ കൂട്ടിച്ചേർത്ത് കൊണ്ടുപോകും അല്ലേ. അപ്പോൾ കർത്താവായ യേശുക്രിസ്തു രണ്ടാമത് വരുന്നത് വിശുദ്ധന്മാരെ ചേർക്കുവാനാണ്. അപ്പോൾ ഈ വിശുദ്ധന്മാരാരാണ് എന്ന് ദൈവത്തിനോടുകൂടി അറിയാം. പക്ഷെ അവരെ പരിശോധിക്കുന്ന ഒരു സന്ദർഭമാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. സൊദോം ഗൊമോറയിൽ പരിശോധന നടത്തിയതുപോലെ ദൈവം തൻ്റെ വിശുദ്ധന്മാരിൽ ഒരു പരിശോധന നടത്തും. ദൈവത്തിൻ്റെ ഗ്രഹത്തിൽ ആദ്യം ഒരു പരിശോധന, ന്യായവിധി, അതിനെയാണ് ഒരു ന്യായവിധി. ദൈവം തൻ്റെ ഗ്രഹത്തിൽ ഒരു ന്യായവിധി നടത്തും, അതിനെയാണ് പരിശോധന ന്യായവിധി. കാരണം ദൈവം വരുന്നത് വിശുദ്ധന്മാർക്ക് വേണ്ടിയുള്ള പ്രതിഫലവുമായിട്ടാണ്. ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തന് അവനവന് കൊടുക്കാനുള്ള പ്രതിഫലവും എൻ്റെ പക്കലുണ്ട്, അവനവന് കൊടുക്കാനുള്ള പ്രതിഫലം എൻ്റെ പക്കലുണ്ട് എന്ന് ദൈവം പറയുന്നു. അപ്പോൾ ആ പ്രതിഫലമായി വരുമ്പോൾ അവിടേതായ പരിശോധന ന്യായവിധി കഴിഞ്ഞിരിക്കും എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. എങ്ങനെയാണ് അവരെ ന്യായം വിധിക്കുന്നത്? ദൈവത്തിൻ്റെ ന്യായപ്രമാണം വെച്ചാണ് ദൈവം ഓരോരുത്തരെ ന്യായം വിധിക്കുന്നത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. യാക്കോബിൻ്റെ പുസ്തകം 2-ാം അധ്യായം 12-ാം വാക്യം നാം വായിക്കുമ്പോൾ അവിടെ സ്വാതന്ത്ര്യത്തിൻ്റെ ന്യായപ്രമാണത്താൽ വിധിക്കപ്പെടുവാനുള്ളവരെ പോലെ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുവിൻ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. സഭാപ്രസംഗിയുടെ പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യം നാം വായിക്കുമ്പോൾ എല്ലാറ്റിൻ്റെയും സാരം കേൾക്കുക, ദൈവത്തെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളെ പ്രമാണിച്ചു കൊള്ളുക, അതാകുന്നു സകല മനുഷ്യർക്കും വേണ്ടുന്നത്. ദൈവം നല്ലതും തീയതുമായ സകല പ്രവൃത്തിയെയും സകല രഹസ്യങ്ങളുമായി ന്യായവിസ്താരത്തിലേക്ക് വരുത്തുമല്ലോ. അപ്പോൾ ദൈവത്തിൻ്റെ ന്യായവിധി ദൈവത്തിൻ്റെ കൽപ്പന വെച്ചിട്ടാണ്. അതുകൊണ്ടാണ് സ്വാതന്ത്ര്യത്തിൻ്റെ ന്യായപ്രമാണത്താൽ വിധിക്കപ്പെടുവാനുള്ളവരെ പോലെ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുവിനെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ പാപം ചെയ്യാത്ത മനുഷ്യനില്ല. ദൈവം ഒരുക്കുന്നതായ ആ നിത്യരാജ്യത്ത് പ്രവേശിക്കണമെങ്കിൽ ദൈവകൽപ്പനയും യേശുക്കളായ വിശ്വാസമുള്ളവരായി ജീവിച്ചെങ്കിൽ മാത്രമേ പറ്റൂ. ബലഹീനരും പാപികളുമായ നാം ഓരോരുത്തരും നമ്മുടെ സ്വന്തം ഇച്ഛപ്രകാരം അത് ചെയ്യുവാൻ സാധിക്കില്ല. മറിച്ച് നാം ക്രിസ്തുവിനുള്ളവരാണ് എങ്കിൽ, പരിശുദ്ധാത്മാവിൽ നിറവുള്ളവരാണ് എങ്കിൽ ദൈവത്തിൻ്റെ ന്യായപ്രമാണ പ്രകാരം നമുക്ക് ജീവിക്കുവാൻ കഴിയും. അങ്ങനെ കർത്താവായ യേശുവിൻ്റെ നീതിയിൽ ആശ്രയിച്ച് ജീവിക്കുന്നവർക്ക് മാത്രമേ ഈ ന്യായവിധിയിൽ നിന്ന് രക്ഷപ്പെടുവാൻ സാധിക്കൂ. അതുകൊണ്ടാണ് ഇപ്പോൾ ക്രിസ്തുയേശുവിൽ ഉള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. ജീവന്റെ ആത്മാവിൻ്റെ പ്രമാണം എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. അവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പിലൂടെ നാം ജീവിച്ചുവെങ്കിൽ മാത്രമേ ഈ പരീക്ഷകളെയൊക്കെയും നേരിടുവാനും അതിനെ തരണം ചെയ്യുവാനും അതിൽ നാം വിജയിയായി തീരുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഇവിടെ നമ്മൾ ദാനിയേൽ പ്രവചനം 7-ാം അധ്യായം നാം വായിക്കുമ്പോൾ യേശുവിൻ്റെ പ്രത്യക്ഷത മാത്രമാണ് വിശുദ്ധന്മാർക്ക് പിന്തുണ നൽകുന്നത് എന്ന് നമുക്ക് കാണുവാൻ. ആരാണ് ഈ വിശുദ്ധന്മാരെന്ന് ചിന്തിക്കുമ്പോൾ ദൈവകൽപ്പനയും യേശുക്കളായ വിശ്വാസമുള്ളവരാണ്. യേശുവിൽ വിശ്വാസം നമുക്കുണ്ടായെങ്കിൽ ദൈവത്തിൻ്റെ വചനം നാം പ്രമാണിക്കും. ദൈവത്തിൻ്റെ വചനം നാം പ്രമാണിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ നീതിയെ, കർത്താവിൻ്റെ നീതിയെ നാം പ്രാപിക്കും. എങ്കിൽ മാത്രമേ നമുക്ക് ഈ ന്യായവിധിയിൽ നിന്ന് രക്ഷപ്പെടുവാൻ നമുക്ക് കഴിയുള്ളൂ. നമ്മുടെ സകലവിധമായ രഹസ്യങ്ങളും വെളിപ്പെടുന്നതായ ഒരു ദിവസമായിരിക്കും അത്.
നാം ചെയ്തതായ, രഹസ്യത്തിൽ ചെയ്യുന്നതായ ഓരോ കാര്യങ്ങൾ നാം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവരാണ് എങ്കിൽ ദൈവം നമ്മുടെ പാപങ്ങളെ സമുദ്രത്തിൻ്റെ ആഴത്തിലേക്ക് ഇട്ടുകളയും. നമ്മുടെ സകല അകൃത്യങ്ങളെയും ദൈവം മായ്ച്ചു കളയും. അത് പിന്നെ ഞാൻ ഓർക്കയില്ല എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. കർത്താവ് നമുക്ക് വേണ്ടി ഇന്ന് മഹാപുരോഹിത ശുശ്രൂഷ നടത്തുകയാണ്. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി പിതാവിൻ്റെ മുമ്പിൽ പക്ഷപാതം ചെയ്യുന്നു. അത് നാം മനസ്സിലാക്കി ക്രിസ്തുവിൻ്റെ നീതിയിൽ ആശ്രയിച്ച് നാം ജീവിക്കുന്ന പക്ഷം തീർച്ചയായും ദൈവം ഒരുക്കുന്നതായ നിത്യ സൗഭാഗ്യം നമുക്ക് പ്രാപിക്കുവാൻ കഴിയും. കർത്താവ് യേശുവിൻ്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് നീങ്ങാം. വലിയവനായ ദൈവം നമ്മെ ഓരോരുത്തരെയും വഴി നടത്തുമാറാകട്ടെ. ദൈവകൽപ്പനയും യേശുവിലായ വിശ്വാസമുള്ളവരായി നമുക്ക് മുന്നോട്ട് നീങ്ങാം. ദൈവത്തിൻ്റെ മുന്നറിയിപ്പ് അനുസരിച്ച് ദൈവത്തിൻ്റെ വചനപ്രകാരം നമുക്ക് മുന്നോട്ട് നീങ്ങാം. വലിയവനായ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് കണ്ണടച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന സ്വർഗീയ പിതാവേ, തിരുനാമത്തിന് സ്തോത്രം. അങ്ങയുടെ വചനം അത് ഗ്രഹിപ്പാനും അതിനനുസരിച്ച് ഞങ്ങളുടെ ജീവിതങ്ങളെ ക്രമീകരിച്ചുകൊണ്ട് കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാനും അടിയങ്ങളെ സഹായിക്കണമേ. അടിയങ്ങളുടെ ക്രോശങ്ങളെയും പാപങ്ങളെയും ക്ഷമിക്കണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ അടിയങ്ങളെ ഓരോരുത്തരെയും മുദ്രയിട്ട ആത്മാവിൻ്റെ ഹിതത്തിനൊത്തവണ്ണം ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. സകല മാനവും മഹത്വവും പുകഴ്ചയും തിരുമേനിയെടുക്കണം. യേശു മൂലം താഴ്മയെ ചോദിക്കുന്ന കർത്താവെ കേൾക്കണമേ. ആമേൻ. സ്തോത്രം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.